കാളിന്തിയിൽ കുളിച്ച് മണ്ണുകൊണ്ട് ഒരു ദേവി വിഗ്രഹമുണ്ടാക്കി ഗന്ധമാല്യാദികളാൽ പൂജിക്കുന്നു. അത് ഗോപികമാരുടെ ഒരു നിത്യ പൂജയാണ്. എന്നും നമ്മൾ പരശുരാമൻ്റെ കഥയിലൊക്കെ കേട്ടിട്ടില്ലേ, രേണുക സ്വന്തം കൈകൊണ്ട് കളിമണ്ണുരുട്ടി ഘടമുണ്ടാക്കി അതിലാണ് ജലം കൊണ്ടുവരികയാണ്. ഇവരും അതേപോലെ സ്വന്തം കൈകൊണ്ട് രാവിലെ ദേവി വിഗ്രഹം ഉണ്ടാക്കുകയാണ് കാളിന്തിയിലത്തെ മണ്ണുകൊണ്ട്. എന്നിട്ടാണ് പൂജ. ഉഷശുദ്ധ്യായ ഗോത്രൈ സ്വൈരന്യൂന്യാബദ്ധബാഹവ, പരസ്പരം കൈകൾ കൂട്ടിപ്പിടിച്ചിട്ട് കൃഷ്ണമുച്ചൈർ ജഗുർയാന്ത്യ കാളിന്ത്യാം സ്നാതുമന്വഹം. കാളിന്തിയിൽ കുളിക്കണ അതാണ് അവരുടെ ആദ്യത്തെ ദിനചര്യയുടെ ആദ്യം അതാണ്. ഒരു മാസത്തെ വ്രതാനുഷ്ഠാന കാലത്ത് അവർ ഭഗവാന് നേദിച്ച ഭക്ഷണമല്ലാണ്ട് ഹവിസ്സല്ലാണ്ട് മറ്റൊന്നും ഭക്ഷിക്കില്ല. യോഗികളുടെ മാനസം പോലെ തെളിഞ്ഞ ശരൽക്കാലത്തിൽ യോഗിമാനസം പോലെ തന്നെ തെളിഞ്ഞ മനസ്സുള്ള യോഗിനിമാരായ ഗോപികമാർ മഹായോഗിന്യധീശ്വരിയെ പ്രണമിക്കുന്നു. എന്തു പറഞ്ഞിട്ടാണ് അവർ പ്രണമിക്കുന്നത്? കാത്യായനി മഹാമായേ മഹായോഗിന്യധീശ്വരി നന്ദഗോപസുതം ദേവി പതിം മേ കുരുദേ നമ. കാത്യായനിയോട് പ്രാർത്ഥിക്കുന്നത് നന്ദഗോപൻ്റെ മകനെ, അതായത് കൃഷ്ണനെ ഞങ്ങൾക്ക് പതിയായിട്ട് തരണം എന്നാണ് ഭഗവാനോട് അവർ പ്രാർത്ഥിക്കുന്നത്. തമിഴകത്തിലും ഉന്തനോട് ഉറ്റോമയാവും ഉനക്കനെയെ ആക്ഷേപവും എന്ന പ്രതിജ്ഞയോടെയാണ് വ്രതാരംഭം. പാലും നെയ്യും വിശിഷ്ട ഭോജ്യങ്ങളും ഉപേക്ഷിച്ച് ഉപവസിച്ച് കണ്ണിൽ മയ്യെഴുതാതെ മലർച്ചൂടി മുടിമെടയാതെ സ്ത്രീകൾ ഈ കാലത്ത് ഹരികഥ മാത്രം പാടി നടക്കുന്നു. അവർ ചെയ്യരുതാത്തതൊന്നും ചെയ്യില്ല. തീക്കുറൽ പരുഷവാക്ക് പറയില്ല. നല്ലതേ ചിന്തിക്കുള്ളൂ. അയ്യവും പിച്ചയും നൽകുന്നു. അയ്യവും പിച്ചയും തമ്മിൽ എന്താ വ്യത്യാസം? പിച്ച ഒരാൾ ഭിക്ഷ യാചിക്കുമ്പോൾ അവന് കൊടുക്കുന്ന ദാനമാണ്. അയ്യം എന്ന് പറഞ്ഞാൽ ചോദിക്കാതെ തന്നെ ദാനം ചെയ്യുന്നതാണ്. ഈ വ്രതം പരമാത്മസംയോഗത്തിനെന്ന പോലെ നാടിൻ്റെ ഐശ്വര്യത്തിനുമാണ്. ഓങ്കി ഉലകളൈന്ത ഉത്തമനായ മഹാവിഷ്ണുവിൻ്റെ പേർ പാടി പാവയ്ക്ക് ചാറ്റി നീരാടിയാൽ നാട്ടിലെ ദോഷം നീങ്ങും. മാസം തോറും 3 മഴ പെയ്ത് ഉയർന്നു വളർന്നു തഴച്ച ചെന്നൽപ്പാടങ്ങളിൽ കയൽമീൻ തുള്ളിക്കളിക്കും. കുവലയമലരിൽ വണ്ടുകൾ ഉറങ്ങും. കൊഴുത്ത പശുക്കളുടെ അകിടിൽ നിന്ന് കുടം നിറയുമാറ് പാൽ ചുരന്നു കൊടുത്താലും തീരാത്ത അളവറ്റ സമ്പത്തുണ്ടാവും. അങ്ങനെ ഗോകുലം ധനധാന്യ സമൃദ്ധമാവാനാണ് ഈ കുലവധൂടികളായ കുലസ്ത്രീകളായ ദേവാർപ്പിത മനസ്സുകളായ ഗോപസ്ത്രീകൾ വ്രതമനുഷ്ഠിക്കുന്നത്. എത്ര മഹത്തായ ഒരു ഭാവന! നാടെല്ലാം തീങ്ക് ഇன்றി തിങ്കൾ മുമ്മാരി പെയ്ത് ഓങ്കുപെരും ചെന്നൽ ഊടുകയൽ ഉകള പൂങ്കുവളை പോതിൽ പൊற்றி വണ്ടുകൾ പെരുപ്പാം വള്ള പെരുമ്പശുക്കൾ തെങ്കാതെ പുക്കിരുന്ന് ചിരുത്ത മുലൈ പറ്റി വാങ്ങും കുടം നിറയ്ക്കും നീങ്കാത സെൽവം നിറയുന്നിരിക്കും. അങ്ങനെ രാജ്യത്തിന് വേണ്ടിയിട്ടാണ്, രാജ്യം സമൃദ്ധമാകാനും കൂടിയാണ് അവരുടെ പ്രാർത്ഥന. ഭഗവാനെ ഭർത്താവായി കിട്ടാൻ മാത്രമല്ല, ഭഗവാനെ ഭർത്താവായി കിട്ടിയ രാജ്യം തീർച്ചയായും ഐശ്വര്യ സമൃദ്ധമാകുമല്ലോ. അങ്ങനെ ഐശ്വര്യ സമൃദ്ധമാവാനും കൂടിയാണ് അവരുടെ പ്രാർത്ഥന. ആഴിമഴ കണ്ണന്മാർ മാർഗഴി നീരാട്ടിൽ പ്രസാദിച്ചാൽ കടലിൽ നിന്ന് ജലം തേകി വാനത്തേക്ക് ആർത്തെറിയും. അവ ഊഴിമുതൽവൻ എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ ആദിപുരുഷൻ, അനാദിപുരുഷൻ രൂപം പോലെ ശ്യാമമേഘമാലകളായി വാനിൽ വന്ന് നിരക്കും. സാരംഗം എന്ന വൈഷ്ണവധനുസിലെ മഴ പോലെ, ശരമഴ പോലെ വാനിൽ നിരക്കും. അങ്ങനെ ധാരധാരയായി മഴ പെയ്ത് ഭൂമി ധനധാന്യ സമൃദ്ധമാകും. സ്ത്രീ വ്രതാനുഷ്ഠാനത്തോടെ ചെയ്യുന്ന മാർഗഴി നീരാട്ട് വെറും കാമോത്സവമല്ല. കണ്ണൻ്റെ കാരുണ്യമഴയായ കാലവർഷം കാലാകാലങ്ങളിൽ ലഭിച്ച ഈ ഭൂമി മുഴുവൻ സസ്യശ്യാമളയാവാനുള്ള യത്നമാണ്. അന്നം ആണ് മനുഷ്യജീവന് മാത്രമല്ല എല്ലാ ജീവനും ആവശ്യം. ആ അന്നം ധാരാളം കിട്ടണമെങ്കിൽ മഴ പെയ്യണം. ആ മഴ പെയ്യാനുള്ള വ്രതമാണ് ഈ മാർഗഴി നീരാട്ട് എന്ന് പറയുന്നത്. രാമായണത്തിലെ വൃദ്ധതാപസിയും ധർമ്മശീലയുമായ അത്രിയുടെ പത്നി അനസൂയയെക്കുറിച്ച് പറയുമ്പോൾ
10 വർഷം മഴ പെയ്യാതെ ജനങ്ങൾ ക്ഷാമം അനുഭവിച്ച കാലത്ത് അനസൂയ തപശക്തി കൊണ്ട് കായ്ക്കനികൾ ഉണ്ടാക്കുകയും ഗംഗയിൽ നീരൊഴുക്കുകയും ചെയ്തതായി പറയുന്നു. 10 ആണ്ട് മഴയില്ലാഞ്ഞു പാർദഹിക്ക നിരന്തരാം ഇവൾ കായ്കനിയുണ്ടാക്കി ഗംഗയെയും ഒഴുക്കിനാൾ. കുലസ്ത്രീകളുടെ ഈ കഴിവിനെ ഗോപികമാരുടെ പാവൈനോമ്പ് സൂചിപ്പിക്കുന്നു. ഓരോ ഗോപികയും ഒരു മഹായോഗിനിയാണ്. തപോനിഷ്ഠയും ഉത്തമ ഗൃഹസ്ഥയുമായ കുലസ്ത്രീകളുടെ വ്രതാനുഷ്ഠാന വേളയിലാണ് ഭഗവാൻ അവരുടെ വസ്ത്രങ്ങൾ അപഹരിക്കുന്നതും രാസലീലയ്ക്ക് അനുഗ്രഹിക്കുന്നതും. ഇത് യോഗശക്തിയെ പ്രദാനം ചെയ്യുന്നതിൻ്റെ ഒരു സിമ്പല് മാത്രമാണ്. ഈ പരമാർത്ഥമറിയാതെ കൃഷ്ണൻ പരദാര സംഗമം ചെയ്തതായിട്ട് ആളുകൾ തെറ്റിദ്ധരിക്കുന്നു. ഈ തെറ്റിദ്ധാരണ കൃഷ്ണൻ്റെ കഥയോളം തന്നെ പഴക്കമുള്ള തെറ്റിദ്ധാരണയാണ്. ആദ്യമായിട്ട് ശ്രീ ശുഗൻ പരീക്ഷത്തിന് മഹാഭാഗവതം ആഖ്യാനം ചെയ്തു കൊടുത്ത വേളയിൽ തന്നെ പരീക്ഷത്ത് തമ്പുരാന് ഈ സംശയം ഉണ്ടായിട്ടുണ്ട്. മേദിനിയിങ്കൽ അധർമ്മങ്ങളവാനായി വേദമാർഗാദി ധർമ്മങ്ങളെ സ്ഥാപിച്ചു ലോകവിശുദ്ധി വരുത്തുവാനായിക്കൊണ്ട് ലോകനാഥൻ വിഷ്ണു നാരായണൻ പരൻ കൃഷ്ണനായി വന്നവ തീർന്നനാനീശ്വരൻ. കൃഷ്ണകർമ്മം പരതാരാദി സംഗമം ചെയ്തതു പാർത്താൽ അതികഷ്ടമാമിത് ചെയ്തതു മാർഗമെന്നോർത്തു പോവുമേവരും. പരീക്ഷത്തിൻ്റെ ഈ സംശയത്തെ അപ്പം തന്നെ ശുഗൻ തീർത്തു കൊടുക്കുന്നുണ്ട്. ശുഗൻ പറഞ്ഞു, ഭഗവാൻ ചിന്മയനാണ്, ചൈതന്യ സ്വരൂപമാണ്. ചിദ്രൂപാത്മകമായ ബ്രഹ്മത്തിന് കർമ്മബന്ധങ്ങളില്ല. സൂര്യപ്രഭ കൊണ്ട് പ്രപഞ്ചകർമ്മം നടക്കുന്നു. സൂര്യന് കർമ്മബന്ധമില്ല. അഗ്നി പോലെ ശുദ്ധമാണ് ബ്രഹ്മം. കേൾക്ക മുകുന്ദൻ അജൻ നിർവികാരാത്മാ നിഷ്ക്രിയൻ നിർലേപ നിസ്സംഗ നിർവാണൻ അദ്വൈതനാം ആത്മരൂപൻ അതീന്ദ്രിയൻ വേദ്യമല്ലാത്ത ചിന്മാത്രൻ പരബ്രഹ്മം. ഇത്തമറിവില്ലയാതെ മൂഢന്മാരു ഇത്തരമോർത്തു ചെയ്താൽ അത് പാപമാം. പാർക്കിലോ ഗോപികൾ ഗോപാലരൊക്കെയും ഓർക്ക നീ നാരായണൻ തന്നെയല്ലയോ. തന്നുടെ മായാമയം ജഗത്തൊക്കെയും തന്നംശമെന്നിയേയും വേറല്ലവയൊന്നും സംഗിപ്പതിനു വേറൊന്നില്ല മന്നവ നിന്നുള്ളിൽ ഈശയുണ്ടാകരുതേ തന്നെ. അതായത് അദ്വൈതമാണ് അവിടെ പറയണത്. നാരായണനല്ലാതെ ഈ ലോകത്തിലൊന്നുമില്ല, എല്ലാം ബ്രഹ്മം തന്നെയാണ്. അതുകൊണ്ട് സംഘം നടക്കണമെങ്കിൽ വേറൊന്നും ഉണ്ടാവണ്ടേ? വേറൊന്നുമില്ല ഇവിടെ, ഒക്കെ ബ്രഹ്മം തന്നെയാണ്, ഒക്കെ കൃഷ്ണൻ തന്നെയാണ്. അതിനാൽ രാസലീലയെക്കുറിച്ച് ശരിയായ അർത്ഥത്തിൽ ഗ്രഹിക്കേണ്ടതുണ്ട്. ഗീതഗോവിന്ദത്തിൻ്റെ വന്ദന ശ്ലോകത്തിൽ കൃഷ്ണൻ്റെ അപ്പോഴത്തെ പ്രായം ജയദേവകവി സൂചിപ്പിക്കുന്നുണ്ട്. ആത്മാവും ശരീരവും ദേഹിയും ദേഹവും തമ്മിലുള്ള സംഗമമാണ് കൃഷ്ണനും രാധയും തമ്മിലുള്ള സംഗമം. ഓരോ സ്ത്രീയും ഓരോ പുരുഷനും രാധ തന്നെയാണ്. ഓരോ ജീവാത്മാവും കൃഷ്ണനുമാണ്. സ്വയം അറിയാനുള്ള പരമവിരഹാസക്തിയാണ് ജീവാത്മാവിനെ പരമാത്മാവോട് ചേർക്കുന്നത്. ബംഗാളിലെ ഭക്തകവിയായ ചണ്ഡീദാസിൻ്റെ കവിതയിലെ രാധകൃഷ്ണനോട് പറയാണ്, നിസ്സംഗമായ എൻ്റെ ഹൃദയം നിനക്കടിമയായിരിക്കുന്നു. ഇത്ര സുഖകരവും മധുരവുമായ ഒരടിമത്തം ഇതുവരെ എൻ്റെ ഹൃദയം അറിഞ്ഞിട്ടില്ല. എൻ്റെ പവിത്ര പാദങ്ങളിൽ ഞാൻ പിടിവിടാതെ മുറുക്കെ പിടിക്കുന്നത് പൊറുക്കണേ. നിന്നെക്കൂടാതെ ഒരു മുഹൂർത്തം ജീവിച്ചിരിക്കാൻ ഞാൻ രാധ ശക്തയല്ല. നിൻ്റെ അഭാവം വാഴ്ത്തല പോലെ എന്നെ നോവിപ്പിക്കുന്നു. എൻ്റെ നയനപഥത്തിൽ നിന്ന് നീ ഒരു നിമിഷം അകന്നു നിന്നാൽ എൻ്റെ ഹൃദയം മരിക്കുന്നു. നിന്നെ എനിക്ക് നഷ്ടമാകാതിരിക്കാൻ ഹൃദയത്തിലും കഴുത്തിനു ചുറ്റിലും ഞാൻ കോർത്തു ധരിച്ചിരിക്കുന്നു. കഴുത്തിൽ മംഗല്യസൂത്രം, ഹൃദയത്തിൽ ശ്രീകൃഷ്ണ പരമാത്മാവ്. അങ്ങനെ ചുറ്റിക്കെട്ടി ബന്ധിതയായ സുമംഗലിയായ കുലവധൂടിയും ആണ് ഇവിടെ രാധ. നാച്ചിയാർ തിരുമൊഴിയിൽ ആണ്ടാൾ എന്താ പറയുന്നത്? വെളുത്ത ശംഖു ധരിച്ച പ്രിയതവൻ എന്തേ സ്വയം വ്യക്തമാക്കാതെ മറഞ്ഞിരിക്കുന്നു. എൻ്റെ ഹൃദയത്തിൽ പ്രവേശിച്ച് അവൻ ദിനവും എന്നെ വേദനിപ്പിക്കുന്നു. എൻ്റെ അസ്തിത്വമായി മാറിയ അവൻ വേഗം വരാനായി പാടുക. ഓ കുയിലേ, എൻ്റെ പ്രഭുവിൻ്റെ വരവുണർത്താൻ നിൻ്റെ സ്വരം ഉയർത്തിപ്പാടുക. ജലം ധരിക്കുന്ന മേഘമാലകളെ വെങ്കടത്തിൽ വർഷിച്ചാലും മഹാബലിയുടെ ഭൂമി വാങ്ങിയ നാഥൻ ഇവിടെയാണ് ഇരിക്കുന്നത്. ഹേ മാരിദേവ, കാലാകാലങ്ങളിൽ വർഷിക്കുക. കടലിൽ ആണ്ടുമുങ്ങി സ്വയം പൂർണ്ണനാവുക. സൃഷ്ടിദേവനെപ്പോലെ ശ്യാമരൂപിയായ നീ പത്മനാഭൻ്റെ പാണിയിലെ ചക്രം പോലെ ഉള്ള മിന്നൽ പിണരുകൾ അയക്കുക. ശംഖനാഥം മുഴക്കുക. ശാരംഗത്തിലെ ബാണം പോലെ മഴ കോരിച്ചൊരിയുക. ശ്യാമമേഘവും കാർക്കോടൽ പൂവും മിന്നലും മഴയും ഓരോ പ്രകൃതി പ്രതിഭാസവും കൃഷ്ണസ്മൃതി ജനിപ്പിക്കുന്ന നിമിത്തങ്ങൾ മാത്രമാണ് ആണ്ടാൾക്ക്. അതുപോലെ തന്നെയാണ് രാധയുടെയും കഥ. നമ്മുടെ ഓരോരുത്തരുടെയും കഥ അങ്ങനെയാണ്. ഉപാസനാകാന്ഡം സ്ത്രീക്ക് മാത്രമുള്ളതല്ല, പുരുഷന്മാർക്കും കൂടി ഉള്ളതാണ്. ഭക്തനായ ഓരോ പുരുഷനും മീരാദേവി പറഞ്ഞ പോലെ ഒരു സ്ത്രീയാണ്. ഒരേ ഒരു പരമപുരുഷനെ തേടുന്ന വിരഹവിധുരയായ ഒരു കാമിനി. നാരായണീയം
52-ാം ദശകത്തിലെ വിധുരയായ ഒരു കാമിനി നാരായണീയം പ്രതിക്ഷണം വർദ്ധിച്ചു വരുന്ന സന്തോഷാതിശയങ്ങളുടെ സകലഗോപരാലും ലാളിക്കപ്പെട്ട നാനാശരീരങ്ങളോട് കൂടിയ രീതിയിലാണ് കൃഷ്ണനെ പ്രകീർത്തിക്കുന്നത്. ഏവം പ്രതിക്ഷണ വിജൃംഭിത ഹർഷഭാര വിശേഷ ഗോപഗണലാലിത ഭൂരിമൂർത്തിം നിർവൃതി നിൽക്കുന്ന ആ ബ്രഹ്മാനുഭവം ഭക്തിയാൽ സഹജമായി ലഭിക്കുന്നത് കൊണ്ടാണ് അതിനെ ശ്രേഷ്ഠതരം എന്ന് പറഞ്ഞത്.